ഓണസദ്യയിലും മാതൃകയായി അകലക്കുന്നം പഞ്ചായത്ത്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഓണം ആഘോഷിച്ചപ്പോൾ വേറിട്ട രീതിയിൽ ഓണം ആഘോഷിച്ചാണ് അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് മാതൃകയായത്. ഓണാഘോഷമെന്നാൽ ഓണസദ്യയാണ് പ്രധാനം. തൂശനിലയിൽ ഉപ്പേരി, പപ്പടം, പഴം, പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യ. എന്നാൽ ഈ സദ്യ ഏതെങ്കിലും കാറ്ററിംഗുകാർക്ക് കൊടുക്കുകയാണ് സാധാരണ പതിവ്. സദ്യ ഉണ്ടാക്കുന്നതോ ഏതെങ്കിലും മറുനാട്ടുകാരും. ഇത്തവണത്തെ ഓണസദ്യ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയാലോ എന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളത്തിന് ഒരു മോഹം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ അവർക്കും അതിലേറെ മോഹം. അങ്ങനെ രാഷ്ട്രീയ വൈരമില്ലാതെ ഒത്തൊരുമയായി എല്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കൂടി ഒത്തുചേർന്ന് ഓണസദ്യ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. പഞ്ചായത്തിന്റെ ക്യാന്റീനിൽ രാവിലെ തന്നെ എല്ലാ മെമ്പർമാരും എത്തി പാചകം ആരംഭിച്ചു. പാചക പരിചയമില്ലാത്തവർ പച്ചക്കറികളും മറ്റും അരിഞ്ഞുകൊടുത്തു. എല്ലാവരും മുണ്ടുമുറുക്കി പണിയെടുത്തപ്പോൾ ഉച്ചയോടെ പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യ റെഡി. നാട്ടിലെ കർഷകരിൽ നിന്നും ശേഖരിച്ച വിഷരഹിതമായ പച്ചക്കറി കൃഷിഭവന്റെ ഓണച്ചന്തയിൽ നിന്നും വാങ്ങിയാണ് സദ്യ ഉണ്ടാക്കിയത്. പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ 100-ലേറെ പേർ സദ്യ കഴിച്ച ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാറിനും മറ്റു മെമ്പർമാർക്കും നന്ദി പറഞ്ഞു. ഓണമെന്നാൽ ഒരുമയാണെന്നും അത് വില കൊടുത്തു വാങ്ങുവാൻ കഴിയില്ല എന്നും എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാക്കി ഒന്നിച്ചു കഴിച്ചപ്പോൾ ഓണസദ്യ ഇരട്ടി മധുരമായെന്നും വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം കൂട്ടിച്ചേർത്തു. വേറിട്ട ഓണസദ്യ ഒരുക്കിയ പഞ്ചായത്ത് കമ്മിറ്റിയെ സദ്യ കഴിച്ചവർ പ്രത്യേകം അനുമോദിക്കാനും മറന്നില്ല. ഓണാഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കളവും ഓണക്കളികളും നടത്തി ഈ വർഷം ഓണം പൊന്നോണമാക്കിയതിന്റെ സന്തോഷത്തിലാണ് അകലക്കുന്നം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ. മോഹൻസമിതി കാലയളവിൽ നടത്തിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഓണാഘോഷം ഇപ്രാവശ്യം നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിന് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. നമുക്കിവിടെ ഓണസദ്യ സാധാരണഗതിയിൽ എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും കാറ്ററിംഗുകാരോട് ഓർഡർ ചെയ്ത് വരുത്തുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അതല്ല. ഷൈനിയമ്പറങ്ങൾ ഉൾപ്പെടെയുള്ളവർ, സീമ മെമ്പർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് അത് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും അതിന് പൂർണ്ണ പിന്തുണ നൽകുകയുമാണ് ചെയ്തത്. i4a ന്യൂസ്, ഏറ്റുമാനൂർ.